ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചന്തു വൈറ്റി. നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മുടെ ഗ്രാനത്തള്ളയുടെ ഗെയിമാണ്. ഇപ്പോൾ ഡേ 1 ആയി. ഇപ്പോൾ രാവിലെയാണോ രാത്രിയാണോ എന്നതിൽ കാണുന്നില്ലേ, എണീച്ചിട്ടുണ്ട് എന്തായാലും കിടക്കുകയെന്ന്. ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി അടിക്കുക. പിന്നെ വേറൊന്നും പറയണ്ടല്ലോ ഗൈസ്, എല്ലാവർക്കും വേണമെങ്കിൽ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്താൽ എനിക്കൊരു ഉപകാരമായി. എന്താണ് അവർ കണ്ടാൽ ലൈക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ. അപ്പോൾ അയ്യോ അതെന്താണ്, ആരാണ് അത്? ഗൈസ്, ഒരു അമ്മമ്മ അന്തം വിട്ടായിരിക്കും കണക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, ആണെന്ത് ഇടിമുട്ടാ തോന്നിട്ട്, ഇടിമുട്ട് കണക്കുണ്ട്. അതൊക്കെ ആരെ കാണുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. നമ്മളെ ഗ്രാനത്തള്ള എവിടെ കാണുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഈ ഗ്രാനത്തള്ള ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പടി അടിച്ചിട്ട് വേറെ ആരെയോ ഐ ആം ഹിയർ വേമ്പാ എന്നെ തച്ച് കൊല്ല്. നമ്മ ഇപ്പം ഇങ്ങനെ പറയും, കൊല്ലുമ്പോഴത്തേക്ക് പേടിച്ച് തൂറിയിട്ടുണ്ടാവും കേസ്. അതങ്ങനെയാണല്ലോ കേസ്. എനിക്ക് നല്ലോണം പേടിയാകുന്നുണ്ട്, ഹാർട്ട് ബീറ്റൊക്കെ നല്ലോണം ടിക്കിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഗ്രാനത്തുള്ള ഭവാനേ അങ്ങനെ വിളിക്കേണ്ടി വരും ഗൈസ്. മറ്റേ പുലിമുരുകനില്ലേ, ഭവാനി തള്ളേ കാരണമുണ്ട് ഗൈസ്. ഇവിടെ ഒന്നും ശരിയാവില്ല, അമ്മൂമ്മേനെ കാണാണ്ടൊരു സമയമല്ല. അമ്മൂമ്മയാണല്ലോ നമ്മളൊരു കണി, ഏറ്റവും വലിയ കണി അമ്മൂമ്മ. അത് അമ്മൂമ്മേരെ അപ്പുറം ഒരു ഫോട്ടോ കണ്ടിട്ട് ഇപ്പോൾ ഈ സൈഡിൽ അതാ നിൽക്കുന്നു ആ ഫോട്ടോ. ഇതാ പോന്ന് ഭവായോ മുമ്മേ ഓടുക. ഈ ചക്കൻ ഓട്ടില്ല ഗൈസ്. ഇവന് ഇന്നേരെ ഓട്ട മത്സരത്തിന് അങ്ങനത്തെ ഒന്ന് കൂടിയിട്ടാണ് തോന്നിട്ടാ. കിണി മെസ്സേജ് ഭയങ്കര എളുപ്പമാണ് ഗൈസ്. അത് ഭയങ്കര വീഡിയോയിലൊക്കെ അത് വരുന്നു. നിങ്ങൾ അതിന് തന്നെ തെറ്റിദ്ധരിക്കരുത്. സൗണ്ട് കൂട്ടിട്ട് വന്ന് ഓക്കെ. സെറ്റിങ്സ് ബെഡ് അത് ഇതൊക്കെ പായലും പൂപ്പലാവുന്നു കേട്ടോ. മറ്റേ പരസ്യമൊക്കെ ഇല്ലേ, പായലും പൂപ്പലും ഒത്തുചേർന്നാൽ അതിൻ്റെ ഇതില്ലേ പരസ്യം, പെയിൻ്റ് എന്തോ ഫൈബർ ടെക്നോളജി ആയിട്ടൊരു പെയിൻ്റ് ഉണ്ട് കേസ്. ശരിയാവുന്നില്ല കേസ്. അമ്മൂമ്മേനെ കാണാണ്ട് ഒരു തല്ലെല്ലാം മണിക്കണ്ട കേസ്. എണീക്കാവാ പോവാ, ഓടുക ഓട്ടം. ഗ്രാനോട് അടിച്ച് കയറി വാ എമ്മാതിരി. നല്ല അമ്മമ്മ അവിടെ പോയത് ഗൈസ്. എനിക്ക് നല്ലോണം ജലദോഷമൊക്കെ ഉണ്ട്. എൻ്റെ വോയിസ് ക്ലിയർ ആണോ എനിക്കറിയില്ല. അടിച്ച് കയറി വാ. അപ്പൂപ്പനും കൂട്ടിയിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ പണി നമുക്ക് ഫുള്ള് മൊത്തത്തിൽ പണിയായിരിക്കും. 8ൻ്റെ പണിയൊന്നും പറയില്ല, 10ൻ്റെ പണി തന്നെ പറയാം. ഈ അമ്മമ്മേനെ കൊണ്ട് തോറ്റു ഗൈസ്. അങ്ങോട്ടേക്ക് ഗൈസ്. യെസ്, ഗ്രാനിക്ക് നമ്മളുടെ ഒരു ഹായ് തള്ളേ, ചായ കുടിച്ചോ, ചോറ് കഴിച്ചോ, എന്നാ വാ. ഈ അമ്മക്ക് നമ്മളൊരു വൈരാഗ്യം പോലെ അല്ലേ ഗൈസ്, ഒരു വൈരാഗ്യം അല്ലല്ല. അപ്പം നിങ്ങൾ വെക്കേഷൻ എന്താക്കി ഗൈസ്? നിങ്ങളെല്ലാവരും കളിച്ചോ, അങ്ങനെ എന്തെങ്കിലും തുടങ്ങി വെച്ചോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ട് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കൊടുക്കുക. ഫ്രണ്ട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കൊടുത്തോ. ചുറ്റിക്കറങ്ങി നോക്കുക. ആ തല ഏത് ഭാഗത്തും ഉണ്ടാവും ഗൈസ്. ആ തള്ളരയിലൊരു ക്രിക്കറ്റ് ബാറ്റിൽ ഗൈസ്, അതൊക്കെ കിട്ടിയത് നമ്മളിപ്പോൾ ക്രിക്കറ്റ് കളിച്ച് 6 അടി കിട്ടി. ആ തള്ളയെ ബാറ്റിന് ഫുള്ള് ചോരാണ്. ഈ പെണ്ണുങ്ങൾ എനിക്കൊന്ന് ബോളല്ല അടിക്കുന്നു, തലയാ തോന്നുന്നു ഗൈസ്. അമ്മമ്മ ഭയങ്കര ഡാർക്കാണ് ഗൈസ്. എണീക്ക് പോവാ, മടിയാണ് ഗൈസ്. തള്ളേ വേറെ അറിയോ, തള്ളേ വേറെ. ഇതെന്ത് ഗൈസ്, ബോട്ടിൻ്റെ സ്റ്റിയറിംഗ് അല്ലേ ഗൈസ് ഇത്? അതായത് ബോട്ടിൻ്റെ സ്റ്റിയറിംഗ് അത് തോന്നിട്ടാ ഗൈസ്. ഭവാനി തള്ളേ, ഈ സ്റ്റിയറിംഗ് ഞാൻ അങ്ങ് എടുക്കുക. വരുന്നൊന്നുമില്ലല്ലോ, എടുക്കാമല്ലോ ഗൈസ്. ഇത് സ്റ്റിയറിംഗ് തന്നെ അല്ല ഗൈസ്, ചോരായിരുന്നു ഗൈസ്. ഈ അമ്മമ്മേരെ വായി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് ഇത് എടാ ഇതെന്ത് ഗൈസ്,
യാ മോങ്കീസ് അടിക്കരുത്. അല്ല ഞാൻ പേടിച്ചിരുന്നില്ല ഗൈസ്, പേടിക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ അടിക്കുക. അപ്പോൾ എൻ്റെ ചാനലിൽ ചന്തു വേട്ടി. അപ്പോൾ ബൈ ബൈ.